ലോകം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു വലിയ മാനുഷിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാൻ പോകുന്നുവെന്ന ഞെട്ടിക്കുന്ന മുന്നറിയിപ്പുമായി ഐക്യരാഷ്ട്രസഭ രംഗത്തെത്തിയിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ വേൾഡ് ഫുഡ് പ്രോഗ്രാം അഥവാ WFP പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം അടുത്ത വർഷം അവസാനത്തോടെ ലോകമെമ്പാടുമുള്ള 4.9 കോടി ജനങ്ങളാണ് കൊടും പട്ടിണിയിലേക്ക് തള്ളിയിടപ്പെടാൻ പോകുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളും അതിരൂക്ഷമായ കാലാവസ്ഥാ വ്യതിയാനവും ഒപ്പം പസഫിക് സമുദ്രത്തിൽ രൂപം കൊണ്ടിരിക്കുന്ന എൽ നിനോ പ്രതിഭാസവുമാണ് ഈ വലിയ ദുരന്തത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ന്യൂട്രീഷൻ അനാലിസിസ് സർവീസ് തയ്യാറാക്കിയ അതീവ ഗൗരവകരമായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലോകം നേരിടാൻ പോകുന്ന കൊടും പട്ടിണി ദുരന്തത്തെക്കുറിച്ച് ഈ പഠനം കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. റിപ്പോർട്ട് അനുസരിച്ച് 45 രാജ്യങ്ങളിലെ ഏകദേശം 24.4 കോടി മനുഷ്യരുടെ ഭക്ഷ്യസുരക്ഷയാണ് വരും നാളുകളിൽ ഗുരുതരമായ പ്രതിസന്ധിയിലാകാൻ പോകുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ആഘാതങ്ങൾ ഈ 45 രാജ്യങ്ങളിലെ ഭക്ഷ്യ അരക്ഷിതാവസ്ഥയെ അതിവേഗം വഷളാക്കുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഈ ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ ചില കണക്കുകൾ നാം പരിശോധിക്കേണ്ടതുണ്ട്. മുൻകാലങ്ങളിൽ എൽ നിനോ ഉണ്ടാക്കിയ ആഘാതങ്ങളെക്കാൾ എത്രയോ ഇരട്ടിയാണ് വരാൻ പോകുന്ന വിപത്ത്. 2015-നും 2016-നും ഇടയിൽ ഉണ്ടായ എൽ നിനോ പ്രതിഭാസം 60 ലക്ഷം മുതൽ 1 കോടി ആളുകളുടെ ഭക്ഷ്യസുരക്ഷയെയാണ് നേരിട്ട് ബാധിച്ചിരുന്നതെങ്കിൽ 2026-27 കാലഘട്ടത്തിലെ എൽ നിനോ 2027 അവസാനത്തോടെ കുറഞ്ഞത് 4.9 കോടി ജനങ്ങളെയാണ് കടുത്ത പട്ടിണിയിലേക്ക് തള്ളിവിടുക. അതായത് 45 രാജ്യങ്ങളിലായി കടുത്ത ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്നവരുടെ മൊത്തത്തിലുള്ള എണ്ണം 22.5 കോടിയിൽ നിന്ന് 27.4 കോടിയായി ഉയരുമെന്ന് WFP മുന്നറിയിപ്പ് നൽകുന്നു. എന്തുകൊണ്ടാണ് എൽ നിനോ ഇത്രയധികം ഭയപ്പെടേണ്ട ഒന്നായി മാറുന്നത്? പസഫിക് സമുദ്രത്തിലെ ഉപരിതല താപനിലയിൽ ഉണ്ടാകുന്ന അസാധാരണമായ വർധനവാണ് എൽ നിനോ പ്രതിഭാസത്തിന് കാരണം. ഇത് ആഗോള കാലാവസ്ഥാ രീതികളിൽ വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിക്കുന്നത്. കാലവർഷം വൈകുക, കടുത്ത വരൾച്ച അനുഭവപ്പെടുക, ക്രമരഹിതമായ മഴ ലഭിക്കുക, പ്രാദേശികമായി വെള്ളപ്പൊക്കം ഉണ്ടാകുക തുടങ്ങിയ പ്രതിഭാസങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായി ഉണ്ടാകാം. ഇത് കാർഷിക ഉൽപാദനത്തെ പൂർണ്ണമായും തകിടം മറിക്കും. ലഭ്യമായ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് സമുദ്രോപരിതല താപനില 1982-ന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് 1950-ന് ശേഷമുള്ള ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ എൽ നിനോ പ്രതിഭാസമായി മാറിയേക്കാമെന്നാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത്. ചില പ്രദേശങ്ങളിൽ ഇത് അതിതീവ്രമായ മഴയ്ക്കും പ്രളയത്തിനും കാരണമാകുമ്പോൾ മറ്റു ചിലയിടങ്ങളിൽ അത് അതികഠിനമായ വരൾച്ചയ്ക്കാണ് വഴിയൊരുക്കുന്നത്. ഈ രണ്ട് പ്രകൃതി ദുരന്തങ്ങളും ലോകത്തിന്റെ ഭക്ഷ്യോൽപാദനത്തെയാണ് നേരിട്ട് തകർക്കുന്നത്. റിപ്പോർട്ട് പ്രകാരം ഈ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമാണ്. ഇതിന്റെ ആഘാതം ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത്. ഭക്ഷ്യസുരക്ഷാ ഭീഷണി നേരിടുന്നവരുടെ എണ്ണത്തിൽ മധ്യ അമേരിക്കയിൽ 83% വർധനവാണ് ഉണ്ടാകാൻ പോകുന്നത്. അതേസമയം തെക്കൻ ആഫ്രിക്കയിൽ ഇത് ഏകദേശം 75% വർദ്ധിക്കുമെന്നും കണക്കാക്കപ്പെടുന്നു. 2026 സെപ്റ്റംബറിനും ഡിസംബറിനും ഇടയിൽ എൽ നിനോ അതിന്റെ ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് വരാനിരിക്കുന്ന വിളവെടുപ്പിനെ നേരിട്ട് ബാധിക്കും. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും 2027 ഇതിന്റെ ദുരിതഫലങ്ങൾ അതിരൂക്ഷമായി അനുഭവപ്പെടുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. വരൾച്ചയും വെള്ളപ്പൊക്കവും ഉയർന്ന താപനിലയും ഇതിനകം തന്നെ പല സമൂഹങ്ങളെയും വലിയ അപകടത്തിലേക്ക് തള്ളിയിട്ട് കഴിഞ്ഞു. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം മാത്രമല്ല ഈ പ്രതിസന്ധിക്ക് കാരണം. ഇതിനോടൊപ്പം മറ്റ് ചില ഘടകങ്ങളും ലോകത്തെ പട്ടിണിയിലേക്ക് നയിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾ ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇതോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന വിളനാശവും ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റവും സാധാരണക്കാരുടെയും ദുർബല വിഭാഗങ്ങളുടെയും ഭക്ഷ്യലഭ്യതയെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇതിനെല്ലാം പുറമെ മറ്റൊരു വലിയ പ്രതിസന്ധി കൂടി WFP ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അമേരിക്കയിലും യൂറോപ്പിലും നിന്നുമുള്ള ഐക്യരാഷ്ട്രസഭയ്ക്കുള്ള ധനസഹായത്തിൽ വലിയ വെട്ടിക്കുറവുകൾ വരുത്തിയിട്ടുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധി വരും വർഷങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ പ്രവർത്തനങ്ങളെ കൂടുതൽ ദോഷകരമായി ബാധിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സഹായങ്ങൾ ലഭ്യമല്ലാതാകുന്നത് പട്ടിണി കിടക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവന് തന്നെ ഭീഷണിയാകും. ഈ സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾ അടിയന്തരമായി ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട്. പട്ടിണി ദുരന്തം ഒഴിവാക്കാൻ കൃത്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം ശക്തമായി ആവശ്യപ്പെടുന്നു. കൃഷിയെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതികൾ, ദുരിതബാധിത മേഖലകളിലേക്ക് അടിയന്തരമായി ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ, സാമ്പത്തിക സഹായങ്ങൾ ഉറപ്പാക്കൽ എന്നിവയാണ് ഇപ്പോൾ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ. രാഷ്ട്രീയ തർക്കങ്ങൾക്കപ്പുറം മനുഷ്യന്റെ ജീവന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ മാത്രമാണ് വരാനിരിക്കുന്ന ഈ മഹാവിപത്തിനെ പ്രതിരോധിക്കാനുള്ള ഏക വഴി. വരുംകാലങ്ങളിൽ ലോകം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണിത്.